നിയോജക മണ്ഡലം UDF-ന്റെ ചെയർമാൻ റഷീദ് ആലായൻ അവർകളെ, അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അസീസ് മാസ്റ്റർ ഭീമനാട്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭിവന്ദനായ ലീഗ് നേതാവ് കളത്തിൽ അബ്ദുള്ള സാഹിബ്, അതുപോലെ തന്നെ പ്രിയങ്കരനായ DCC സെക്രട്ടറി അഹമ്മദ് അഷ്റഫ്, പ്രിയപ്പെട്ട ഹുസൈൻ കോളശ്ശേരി, പ്രിയങ്കരനായ ഗിരീഷ് ഗുപ്ത തുടങ്ങി കല്ലടി അബൂബക്കർ സാഹിബ് തുടങ്ങി പൊൻപാറ കോയക്കുട്ടി, അങ്ങനെ ശ്രീ വേണുഗോപാൽ, മജീദ് തെങ്കര തുടങ്ങി ധാരാളം നേതാക്കന്മാർ, പറയാൻ ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നിയോജക മണ്ഡലത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും നിങ്ങളുടെയൊക്കെ സന്തോഷം പ്രകടിപ്പിക്കാൻ ഈ ചടങ്ങിലേക്ക് ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ജീവിച്ചത്, നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഞാൻ നിങ്ങളോടത് പറഞ്ഞു. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നമ്മൾ ഈ മണ്ണിൽ നടത്തിവന്ന പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, വികസനത്തിന്റെ യാത്ര തുടരാൻ, ആ നന്മ തുടരാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മണ്ണാർക്കാട്ട് ജനത ആ അനുവാദം എനിക്ക് വാരിക്കോരി നൽകുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ സർവകാല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള തിളക്കമാർന്ന ഒരു വിജയം, 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം. പ്രിയമുള്ളവരെ, മണ്ണാർക്കാട്ട് ജനതയുടെ മുമ്പിൽ ഞാൻ, അവരുടെ സ്നേഹവായ്പിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്നറിയില്ല. അത്ര വലിയ സ്നേഹവും അത്ര വലിയ ഐക്യദാർഢ്യവുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോടും ഐക്യജനാധിപത്യ മുന്നണിയോടും കാണിച്ചത്. പിന്നെ ഇന്ന് ഈ സ്വീകരണത്തിന് കാരണമായത്, തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ നേതാക്കന്മാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു, 4ാം തവണയാണ് മണ്ണാർക്കാട് നിന്ന് ജനവിധി നേടുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലെ 4 തവണ എന്ന സീനിയോറിറ്റിയും, നിയമസഭയിൽ നിങ്ങൾ നൽകിയ അവസരം കൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം പരിഗണിച്ചായിരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുമ്പൊക്കെയായി ഇങ്ങനെ മണ്ണാർക്കാടിനൊരു അവസരം വരും, മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധി കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോ ഞാനത് സ്നേഹത്തോടു കൂടി കേട്ടു. പക്ഷേ ഇന്ന് നിങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ റഷീദ് സൂചിപ്പിച്ച പോലെ, അതിനു മുമ്പ് അസീസ് മാസ്റ്റർ പറഞ്ഞ പോലെ, ഞാനും ജനിക്കുന്നതിന് മുമ്പ് പഴയ മണ്ണാർക്കാട് മണ്ഡലം അത് ഈ രൂപത്തിലല്ല, ഇതിന്റെ പകുതി അന്ന് വേറെ പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ ഒരു ഭാഗം, മണ്ണാർക്കാട് ഉൾപ്പെടുന്ന ഒരു ഭാഗം ആ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഞാനും ജനിക്കുന്നതിന് മുമ്പ് 967-ലാണ് ഇവിടെ സൂചിപ്പിച്ച പൊന്നാനിക്കാരൻ ഇമ്പിച്ചി ബാവ ഇവിടെ നിന്ന് വിജയിച്ചതും ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ പുതിയ മണ്ഡലമായി ഈ മണ്ണാർക്കാട് രൂപപ്പെട്ടതിന് ശേഷം പിന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ആ അവസരമാണ് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ തേട്ടങ്ങൾക്കും ഉത്തരമായി നമ്മുടെ നേതൃത്വം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 15 കൊല്ലക്കാലം ഞാൻ നിങ്ങൾക്കൊപ്പം നിന്ന് വിവിധ മന്ത്രിസഭകളിൽ നിന്ന്, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കുറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു.
കുറെ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇനിയും കേരളത്തിന്റെ മന്ത്രിസഭയിൽ അംഗമായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ വകുപ്പിന്റെ കാര്യങ്ങൾ ഈ കേരളത്തിനുടനീളമായി പ്രവർത്തിക്കുമ്പോഴും ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ കൊണ്ടുവരേണ്ട വികസനത്തെ സംബന്ധിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു കാഴ്ചപ്പാടുണ്ട്. നമ്മളതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച ചെയ്തതാണ്. റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും മറ്റ് വികസന ക്ഷേമ പദ്ധതികളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടുവരാൻ നമുക്ക് ഈ ചുമതല ഏറെ സഹായകരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം. പിന്നെ ഇതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമാണ്. ഇവിടെ റഷീദ് സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ വെച്ചാണ് പറഞ്ഞത്, കേരളം 100 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണി നേടുമെന്ന്. അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 100 സീറ്റ് നേടുമെന്ന്. കേരള ജനത പറഞ്ഞു നിങ്ങൾക്ക് 100 പോരാ, ഞങ്ങൾ 102 തരാം എന്ന് പറഞ്ഞ് 102 സീറ്റിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുള്ളത്. സതീശൻ പറഞ്ഞു ഞങ്ങൾ 12 മന്ത്രിമാരെ തോൽപ്പിക്കും. ഒക്കെ പ്രഖ്യാപനങ്ങളായി. കേരള തെരഞ്ഞെടുപ്പിന്റെ മഹാ മുന്നേറ്റത്തിൽ മുട്ടുകുത്തി വീണത് നമ്മുടെ മുഖ്യമന്ത്രി പോലും 7 റൗണ്ട് വോട്ടെണ്ണുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ മുട്ടിലഴിയുന്ന കാഴ്ചയാണ്. ഇരട്ടച്ചങ്കുള്ള പിണറായി വിജയനിൽ നിന്ന് പോലും എവിടെ ധർമ്മടത്ത് ആ എതിരെ മത്സരിച്ച KSU നേതാവ്, ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദ് പറഞ്ഞു, എന്റെ ബോർഡും ബാനറും പോലും പലയിടത്തും വെക്കാൻ അനുവദിച്ചിരുന്നില്ല, പ്രചരണ വാഹനം പോകാൻ അനുവദിച്ചിരുന്നില്ല. ആ ധർമ്മടത്ത് പ്രചരണ വാഹനം വേണ്ട, ബോർഡ് വേണ്ട, ബാനർ വേണ്ട. നിങ്ങളുടെ അനുയായികൾ പാർട്ടി ഗ്രാമത്തിൽ ആരാ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ? പാർട്ടി ഗ്രാമത്തിൽ നിങ്ങളുടെ അനുയായികളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇന്ന് നാട്ടിലുടനീളം CPM-ന്റെ കമ്മിറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നിങ്ങളും കാണുന്നു. അപ്പൊ അവര് പോലും എന്ത് ചിന്തിച്ചു? തളിപ്പറമ്പിൽ എങ്ങനെ TK ഗോവിന്ദൻ വിജയിച്ചു? ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞു, TK ഗോവിന്ദൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നല്ല ആയോ നേട്ടപ്പെടുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഞാനിതാദ്യം കണ്ടിട്ടില്ല. കാരണം തളിപ്പറമ്പിൽ അത്ഭുതം സൃഷ്ടിച്ച ഈ ഗോവിന്ദൻ ഏതാണ്? പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെ അട്ടിമറിച്ച മറ്റൊരു ഗോവിന്ദൻ ഏതാണെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു നല്ല കൃഷകാത്രനായ ഒരു മനുഷ്യനിങ്ങനെ കയറി വരുന്നത്. അദ്ദേഹം വന്നിട്ട് നേരെ ചെല്ലുന്ന ആ ഇതുപോലുള്ള പോഡിയമുണ്ട്, അങ്ങോട്ടല്ല പോകുന്നത്. നേരെ അതിന്റെ വലതുഭാഗത്തിരിക്കുന്ന പിണറായിക്ക് പോയി കൈകൊടുത്തു. അപ്പൊ ഞാൻ കരുതുന്നത് എന്ത് ഇപ്പോഴും നമ്മുടെ കൂടെ വന്നിട്ട് ഈ ബഹുമാനം മാറിയിട്ടില്ലേ, അല്ലെങ്കിൽ ഈ ഇഷ്ടം മാറിയിട്ടില്ലേ? അപ്പൊ അതല്ല, ഇതാ ഞാൻ ജയിച്ചു വന്നിരിക്കുന്നു, കണ്ടോളൂ എന്നതാണ് TK ഗോവിന്ദൻ അവിടെ കാട്ടിയത്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടിയെ ജനങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞതിന് രക്തസാക്ഷി ഫണ്ട് വകമാറ്റിയതിന്, അല്ലെങ്കിൽ അതിൽ അഴിമതി നടത്തിയതിന് ഒരു പോരാട്ടം നയിച്ചപ്പോ അത് പറഞ്ഞ കുഞ്ഞികൃഷ്ണനെ നിങ്ങൾ പുറത്താക്കി. പക്ഷെ പയ്യന്നൂരിൽ ഞങ്ങൾ എങ്ങനെ ജയിച്ചു? പയ്യന്നൂരിൽ ഇടതുപക്ഷക്കാരുടെ വോട്ട് കിട്ടാതെ ഞങ്ങൾ ജയിക്കില്ല. അതാണ് ഇവിടെ സതീശൻ പറഞ്ഞത്, ഇടതുപക്ഷക്കാർ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന്. എന്ന് തെരഞ്ഞെടുപ്പിന് 1-2 മാസം മുമ്പ് ഇടതുപക്ഷക്കാരൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. അങ്ങനെ ഈ ഭരണത്തെ, ഈ ഏകാധിപത്യ ഭരണത്തെ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത് എല്ലാവരുടെയും തേട്ടമാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സൽഭരണമാണ്. പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോ കേരള ജനത പറഞ്ഞു ഭരണത്തിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പിണറായിയോട് പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്, അല്ലെ? അതുപോലെ ആക്രോശങ്ങൾക്ക്, മട്ടഹാസങ്ങൾക്ക് പല ഭാഗത്ത് ഈ മണ്ഡലത്തിൽ ഉൾപ്പെടെ അതിനൊക്കെയുള്ള മറുപടിയാണ് ഓരോ മണ്ഡലത്തിലും കിട്ടിയത്. അതിന് തെക്ക് വടക്ക് വ്യത്യാസമില്ല. ഞാൻ കണ്ണൂരിലെ കാര്യം പറഞ്ഞു, കാസർഗോഡ് വെച്ചാണ്. ഏതാ തൃക്കരിപ്പൂര് AKGയുടെ മണ്ണ്, നായനാര് ജയിച്ച മണ്ണ്, അല്ലേ?
അവിടെ നമ്മുടെ അയൽവാസി സന്ദീപ് വാര്യർ പോയിട്ടാണ് അവിടെ കൈപ്പത്തി സ്ഥാപിച്ചു വന്നത്. ചരിത്രത്തിൽ ആദ്യമാണ് ആ മണ്ഡലത്തിൽ ഒരു UDF-കാരൻ വിജയിക്കുന്നത്. അപ്പൊ അതൊക്കെ വടക്കേറ്റത്തെ കാര്യമാണെങ്കിൽ മധ്യ കേരളത്തിൽ കോഴിക്കോട് പേരാമ്പ്രയിലെ ഞങ്ങളുടെ ഒരു ചെറിയ സഹോദരിയെ നിർത്തിയപ്പോ എന്തൊക്കെ അഭ്യാസം കാട്ടിയൊക്കെ ഇടതുമുന്നണി കൺവീനറെ മുട്ടുകുത്തിക്കുന്ന വിജയമാണ് ആ കുട്ടി അവിടെ നിർവഹിച്ചത്. പേരാമ്പ്രയിലെ ഫാത്തിമ ദഹലിയയുടെ വിജയം. അങ്ങനെ കടന്നു വന്നാൽ നിരവധി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എല്ലാ ജില്ലയിലും. ഇവിടെ തൊട്ടടുത്തെന്താ സ്ഥിതി? കോങ്ങാടൊക്കെ നിങ്ങൾ കുത്തകയാക്കി വെച്ച മണ്ഡലമുണ്ട്. അവിടെ നമ്മുടെ സഹോദരി തുളസി നേടിയ വിജയം തിളക്കമുള്ള വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF അവർക്ക് മന്ത്രിസഭയിലേക്കും ഒരവസരം നൽകിയത്. നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്ത മണ്ഡലത്തിലും ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ട് എന്നുള്ളതാണ്. താലൂക്കിന് 2 മന്ത്രി എന്നുള്ളതാണ് അഹമ്മദ് അഷ്റഫ് ഖാന്റെ മുദ്രാവാക്യം. മൂപ്പര് ഇതിൽ ഒരുപാട് റെക്കോർഡ് പറഞ്ഞ ആളാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആദ്യം പറഞ്ഞത് അഹമ്മദ് അഷ്റഫ് ഖാൻ. പിന്നെ എനിക്ക് കുറച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ മന്ത്രി എന്നുള്ള പറച്ചിൽ ആദ്യം മുതലേ പറഞ്ഞിരുന്ന ചില നേതാക്കന്മാരിൽ ഒരാളാണ് അഹമ്മദ് അഷ്റഫ്. അപ്പോ അങ്ങനെ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ, തേട്ടം പോലെ, നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം പോലെ, റഷീദ് പറഞ്ഞ പോലെ ഈ വിജയം എന്റേതോ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരുടേതോ അല്ല. ഉരുളക്കുപ്പേരി എതിരാളികൾ പറയുമ്പോൾ കൊടുത്തവർ നിങ്ങളാണ്. ബോർഡ് കെട്ടിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, മീനച്ചൂടിനെ വകവെക്കാതെ 3ഉം 4ഉം തവണ വീടുകൾ കയറി ഇറങ്ങിയവർ, പ്രിയമുള്ളവരെ നിങ്ങളാണ്. അതുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഇനി നമുക്ക് നടത്തേണ്ടത്. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വടക്ക് തെക്ക് വ്യത്യാസമില്ലാതെ തെക്കോട്ട് പോയാൽ നമ്മുടെ പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? G. സുധാകരൻ. എവിടെയാ ജയിച്ചത്? പുന്നപ്ര വയലാറിന്റെ വീര്യമുള്ള അമ്പലപ്പുഴയുടെ മണ്ണിൽ നിന്ന് G. സുധാകരൻ വിജയിച്ചു വന്നു. അങ്ങനെ എല്ലായിടത്തും, കൊല്ലത്ത്, തിരുവനന്തപുരത്ത് ഒക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലെ അധാർമികമായ കൂട്ടുകെട്ടുകളെയും ഈ തെരഞ്ഞെടുപ്പ് നിരാകരിച്ചു. UDF-നും കോൺഗ്രസിനും ലീഗിനും ഒക്കെ പുത്തനുണർവ് നൽകിയ ഒരു വിജയമാണ്. പക്ഷേ നമ്മളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. നമ്മളൊരു പുതുയുഗ പിറവിക്കായിട്ടാണ് ജനങ്ങളോട് വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അതിന്റെ ലക്ഷണം നിങ്ങൾ കണ്ടില്ലേ? ഒരു ഗവൺമെന്റ് മാറിയപ്പോ അതിന്റെ ശുഭലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ആദ്യത്തെ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചു, ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ കൂട്ടി. ഏതാശാ വർക്കർമാർ? ഒരു കൊല്ലക്കാലം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സമരമിരുന്നിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്യാത്ത ഭരണകൂടം. അവിടെയാണ് അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചത്. അംഗനവാടി ടീച്ചർമാരെ ചേർത്ത് പിടിച്ചു. അതുപോലെ പ്രീ പ്രൈമറി അധ്യാപകർക്ക്, അതൊക്കെ വളരെ കുറഞ്ഞ വരുമാനമുള്ള ആളുകളാണ്, അവരെയൊക്കെ ചേർത്ത് പിടിച്ചു. അപ്പൊ ഇതായിരിക്കും ഒരു ഗവൺമെന്റിന്റെ സമീപനം നോക്കാൻ അത് മതി. ഈ ഗവൺമെന്റിന്റെ കരുണാർദ്രമായ മാനുഷിക മുഖമുള്ള സമീപനം തുടർന്ന് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഏതായാലും നിങ്ങളൊക്കെ വളരെ നേരത്തെ വൈകുന്നേരം വന്നതാണ്. ഈ ടൗൺ മുഴുവനും നമ്മൾ വോട്ട് ചെയ്തവർക്കും നമ്മളെ പിന്തുണച്ചവർക്കും ഈ മണ്ണാർക്കാട്ടെ പൊതുസമൂഹത്തിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്നാണ് നടന്നു വന്നത്. അതുകൊണ്ട് ഒരുപാട് സമയമായിട്ടുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്, എനിക്ക് നൽകുന്ന പിന്തുണയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും, ആരൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും മണ്ണാർക്കാട്ടെ ജനത നിങ്ങൾ എന്നെ ചേർത്ത് പിടിച്ചു. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന എല്ലാ സേവനങ്ങളും, എല്ലാ സഹായങ്ങളും, എല്ലാ വികസനവും പുരോഗതിയും ഈ നാടിനും നാട്ടുകാർക്കും എത്തിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ ഈ സന്തോഷത്തിൽ ഒരു മന്ത്രിയായി ചുമതലയേറ്റ് ആദ്യമായി അങ്ങോട്ട് വന്നപ്പോൾ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ ഈ മണ്ഡലത്തിന്റെ
അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ UDF-ന്റെ പ്രവർത്തകന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.